ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഷ്യാംസ് വേൾഡ് ഓഫ് ജോയ്. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ദ ബെൽ ഐക്കൺ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഹോം മെയ്ഡ് സ്റ്റഫ്ഡ് ഗാർലിക് ബ്രെഡ് ആണ്. അപ്പം നമ്മുടെ സ്റ്റഫ്ഡ് ചിക്കൻ ഗാർലിക് ബ്രെഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇളം ചൂടുവെള്ളമാണ് എടുക്കേണ്ടത്. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ 2 ടീസ്പൂൺ ഈസ്റ്റ് ചേർക്കാം. ഈസ്റ്റ് കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് മാറ്റി വയ്ക്കാം. 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇത് നന്നായിട്ടൊന്ന് ഈസ്റ്റൊക്കെ ആക്ടിവേറ്റ് ആയിട്ട് പൊങ്ങി വരും. പൊങ്ങി വന്നു കഴിഞ്ഞാൽ നമുക്കിത് യൂസ് ചെയ്യാം. ഇനി 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് വന്ന് നോക്കാം. അപ്പോൾ ഈസ്റ്റ് ആക്ടിവേറ്റ് ആയിട്ട് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗാർലിക് ബ്രെഡിനുള്ള ഡോ തയ്യാറാക്കാം. ഞാനിവിടെ 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ഈസ്റ്റും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കണം. കുഴച്ചെടുക്കുന്നതിന് മുന്നേ നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർക്കണം. പിന്നെ ഇതിൻ്റെ ഫ്ലേവറിന് വേണ്ടിയിട്ട്, ഗാർലിക് ബ്രെഡിൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഗാർലിക് സീസണിങ് കൂടെ ചേർത്ത് കൊടുക്കണം. ഗാർലിക് സീസണിങ് ഞാൻ പിസയ്ക്കും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഗാർലിക് സീസണിങ് ചേർത്ത് കൊടുത്താൽ നമ്മുടെ ക്രസ്റ്റിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾ പിസ്സ ഉണ്ടാക്കുമ്പോഴും ഇതുപോലെ ഗാർലിക് സീസണിങ് ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. പിസ്സ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്, നിങ്ങൾ നോക്കിക്കോളൂ. അപ്പം നമ്മുടെ ഡോ ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങൾ കുഴച്ചെടുക്കുമ്പോൾ നന്നായിട്ട് കുഴച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. എന്നാലേ നമ്മുടെ ക്രസ്റ്റിന് നല്ലൊരു ടെക്സ്ചർ ഉണ്ടാവുകയുള്ളൂ. കുഴച്ചെടുക്കുമ്പോൾ നന്നായിട്ട് കുഴച്ചെടുക്കണം. ഡോയുടെ മുകളിലായിട്ട് ഒലീവ് ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ തേച്ച് കൊടുത്തിട്ട് വേണം ഇത് നന്നായിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാൻ. അപ്പം നമുക്ക് മിനിമം 2 മണിക്കൂറെങ്കിലും ഡോ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഡോ ഡബിളായിട്ട് വന്നിട്ടുണ്ട്, നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗാർലിക് ബ്രെഡ് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇനി ഈ ഡോ ബൗളിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കണം. ആവശ്യത്തിന് പൊടി ഇട്ടിട്ട് നന്നായിട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പം ഞാൻ ഗാർലിക് ബ്രെഡിൻ്റെ ഡോ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഗാർലിക് സീസണിങ് ഇട്ടത് കൊണ്ടാണ് ഇതിൻ്റെ മേലെയൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഗാർലിക്കിൻ്റെ പീസ് കാണാൻ പറ്റുന്നത്. ഇതിന് നല്ല സ്മെല്ലുമാണ്, നല്ല ടേസ്റ്റിയാണ് ഗാർലിക് സീസണിങ് ഇട്ട് ഇതിൻ്റെ ക്രസ്റ്റ് ഉണ്ടാക്കുമ്പോൾ. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഗാർലിക് സീസണിങ് ഇടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഡോയുടെ ടെക്സ്ചർ ഇതുപോലെ വരാൻ കൂടെ ഒന്ന് ശ്രദ്ധിക്കണം. ഞാനിവിടെ 2 ഗാർലിക് ബ്രെഡാണ് ഉണ്ടാക്കുന്നത്. ഞാനിവിടെ 2 ഗാർലിക് ബ്രെഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഡോ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പം ഞാൻ പാനിൽ നന്നായിട്ട് ബട്ടർ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഡോ എടുത്ത് ഇതുപോലെ ഞാൻ പരത്തി കൊടുക്കുകയാണ്. ഇത് നന്നായിട്ട് പരത്തിയ ശേഷം നമുക്കിതിൽ ഫില്ലിങ്സ് വയ്ക്കാം. അപ്പം ഞാൻ ഇതുപോലെ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഫില്ലിങ്സ് ഇട്ട് കൊടുക്കാം. ആദ്യമായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ മൊസറല്ല ചീസാണ്. മൊസറല്ല ചീസ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ചൂടാവുമ്പോൾ പെട്ടെന്ന് തന്നെ ഉരുകി കിട്ടും. അടുത്തായിട്ട് ഞാൻ ഇടാൻ പോകുന്നത് സ്വീറ്റ് കോൺ ആണ്. നിങ്ങളുടെ കയ്യിൽ ഏത് വെജിറ്റബിൾസ് ആണോ അവൈലബിൾ ആയിട്ടുള്ളത് അതിട്ട് കൊടുക്കാം. സ്വീറ്റ് കോൺ തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാനിവിടെ സ്വീറ്റ് കോണും ചിക്കൻ്റെയും കോമ്പിനേഷനാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ഡോമിനോസിൽ നിന്നൊക്കെ കിട്ടുന്ന പോലെ കോണും ചീസും മാത്രം വെച്ചിട്ടും ഉണ്ടാക്കാം. ഞാനിവിടെ ഓൾറെഡി ചിക്കൻ ഉപ്പും ഇട്ട് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത് ചിക്കനാണ്.
ചിക്കൻ ഇതുപോലെ ബോൺലെസ് ചിക്കൻ ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് വേവിച്ചെടുത്തതാണ്. അപ്പോൾ ഫില്ലിങ്സ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ വീണ്ടും ഇതിന് മേലെ നമുക്ക് ഒരു ലെയർ ചീസ് കൂടെ ഇട്ട് കൊടുക്കാം. ഗാർലിക് ബ്രെഡിനും പിസയ്ക്കും ഒക്കെ ഒരുപാട് ചീസ് ഇടുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ഒന്നുകൂടെ കൂടുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുപോലത്തെ ഗാർലിക് ബ്രെഡോ പിസയോ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ചീസ് ഒരുപാട് ഇട്ട് കൊടുത്തോളൂ. ഇത് നമുക്ക് മടക്കി എടുക്കേണ്ടതുകൊണ്ട് ഫില്ലിങ്സ് ഇടുമ്പോൾ നിങ്ങൾ ഇതുപോലെ ഒരു ഭാഗത്ത് മാത്രം ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ഗാർലിക് ബ്രെഡ് ഇതുപോലെ മടക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കണം. കട്ട് ചെയ്യുമ്പോൾ ഒരുപാടങ്ങ് കട്ട് ചെയ്യരുത്, മേലെ മാത്രം ചെറിയ രീതിയിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിന് മേലെ നമുക്ക് ബട്ടറിൽ മല്ലിയില ചെറുതായി അരിഞ്ഞത്, ഗാർലിക് സീസണിങ്, പിന്നെ ചില്ലി ഫ്ലേക്സ്. സോൾട്ടഡ് ബട്ടർ ആണെങ്കിൽ സോൾട്ടിൻ്റെ ആവശ്യമില്ല. അൺസോൾട്ടഡ് ആണെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ സോൾട്ട് കൂടെ ഇട്ട് കൊടുത്തോളൂ. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തൊരു മിശ്രിതം ഇതിന് മേലെ നമുക്ക് തേച്ച് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഗാർലിക് സീസണിങ് ഇല്ലെങ്കിൽ ഗാർലിക് ക്രഷ് ചെയ്തത് ഇട്ട് കൊടുത്താലും മതി. അതുപോലെ തന്നെ നമ്മുടെ ഡോ ഉണ്ടാക്കുമ്പോഴും ഇതുപോലെ ഗാർലിക് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ ഡോക്ക് നന്നായിട്ട് നല്ലൊരു ഗാർലിക്കിൻ്റെ ഫ്ലേവർ കിട്ടും. അപ്പം ഞാനിവിടെ നമ്മുടെ ബട്ടറിൻ്റെ മിക്സ്ചർ ഇതുപോലെ എല്ലാ ഭാഗത്തും തേച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി പാൻ സ്റ്റൗവിൽ വെച്ച് ലോ ഫ്ലെയിമിൽ നമുക്കിതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. നന്നായിട്ട് മൂടി വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ. അപ്പോൾ ഒരു ഭാഗം വേവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ലോ ഫ്ലെയിമിൽ വെക്കാൻ മറക്കരുത്. ഇപ്പം നമ്മുടെ ഗാർലിക് ബ്രെഡിൻ്റെ ഒരു ഭാഗം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മുടെ ഗാർലിക് ബ്രെഡ് വെന്ത് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അപ്പം ഞാൻ ഗാർലിക് ബ്രെഡിൻ്റെ ഒരു ഭാഗം മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ പാനിൽ വെച്ച് ചെയ്യുമ്പോൾ കരിയാതെ കിട്ടാൻ നല്ല ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് ചെയ്യണം. അപ്പം നമ്മുടെ ഗാർലിക് ബ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊട്ടിച്ച് നോക്കിയാലോ. അപ്പം ഞാനിത് പൊട്ടിച്ച് നോക്കുകയാണ്. വാവ്, നമ്മുടെ ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. നല്ല സ്മെല്ലും വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും വേറൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരേക്കും ബൈ.